എല്ലാവർക്കും നമസ്കാരം. ഇതുപോലെ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഈശ്വര ഇതുപോലെയൊക്കെ ഞാൻ എങ്ങനെ പറയുന്ന ആലോചിച്ചുകൊണ്ടിരിക്കും. ടഫ് കോമ്പറ്റീഷൻ ആയിപ്പോയി. സിനിമയെ കുറിച്ച് വന്ന ഒരു ജേർണി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം, ഐ മീൻ അതിന് മുമ്പത്തെ വർഷം, 2 വർഷം മുമ്പാണ് അതിൻ്റെ ഒരു ആദ്യമായിട്ട് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ്, ഐ മീൻ ഇതിൻ്റെ ഒരു ബുക്ക് വന്ന് പറയുന്നത്, ബുക്ക് വായിക്കാൻ തരുന്നത്. അപ്പോൾ അന്ന് ഈ സിനിമ പറയുന്ന പോലെ സിനിമ ഇനി ചെയ്യുന്നില്ല, ഇത്തിരി ഡയറക്റ്റ് ചെയ്യണ സിനിമയുടെ തിരക്കിലേക്ക് പോവുകയാണെന്നൊക്കെ പറയണ പോലത്തെ ഒരു സ്പേസ് ആയിരുന്നു. പക്ഷെ എന്തായാലും ബുക്കൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് ബെന്നി ചേട്ടനാണ് ആ ബുക്ക് കൊണ്ടു തരുന്നത്. അപ്പോൾ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ഇത് ചെയ്യണം എന്ന് പറയുന്ന ഒരാഗ്രഹം ഭയങ്കരമായിട്ട് തോന്നി. അതിലെ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അജേഷ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നു എന്നുള്ള സാഹചര്യം ബുക്ക് വായിക്കുന്നവർക്കും അന്നേ കിട്ടിയിട്ടുണ്ട്, എനിക്കും കിട്ടിയായിരുന്നു. അപ്പോൾ അതെന്തായാലും അജേഷ് അപ്പോൾ എന്തായാലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. എന്നാൽ പോലും ഡയറക്ഷൻ ചെയ്യുന്ന സിനിമയുടെ ടൈം ലൈൻസും ഒക്കെ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ചെയ്യാൻ പറ്റുമോ. അപ്പോഴാണ് ജ്യോതിഷേട്ടൻ ശരിക്കുള്ള അജേഷായിട്ട് എൻ്റെ പിന്നാലെ വന്നിട്ട് ജ്യോതിഷാണോ ജ്യോതിഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട്, ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല, അതുപോലെ ആ ഒരു ലൈൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഇതിൻ്റെ വേറെ 2 ഇതിലെ ഈ കാതൽ എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ റൈറ്റർ പോൾസൺ, പിന്നെ അരുൺ അനിരുദ്ധൻ, മിന്നൽ മുരളിയുടെയൊക്കെ കോ റൈറ്റർ, ഇവരും ആ സമയത്ത് എൻ്റെ കൂടെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ എഴുത്തിൽ ഉള്ള സമയമായിരുന്നു. അപ്പോൾ അവരും ഈ ബുക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ റൈറ്റേഴ്സാണ്, ഞാൻ ഈ ഒരു സിനിമ പോയി കമ്മിറ്റ് ചെയ്താൽ അവരുടെ സിനിമ ഡിലേ ആവും. എന്നിട്ട് അവർ പറയും, ചേട്ടാ അത് ഡിലേ ആയാലും കുഴപ്പമില്ല, ചേട്ടനത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും പ്രോത്സാഹിപ്പിച്ച് ശരി എന്നാൽ പിന്നെ ചെയ്തേക്കാം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ ഡിസിഷൻ എടുക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു ഇതിൽ ഏറ്റവും വലിയ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അഭിനയ ജീവിതത്തിലൊരു വഴിത്തിരിവെന്ന് പറയുന്നത്. അങ്ങനെ ആ സിനിമയെ കുറിച്ച് അന്നേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് ആളുകൾ അന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൃത്യമായിട്ട് അത് സംഭവിച്ചു.